ആളുകൾ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കൈയില്ലാതെ, കാലില്ലാതെ, നട്ടല്ലില്ലാതെ അവർ എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് അന്വേഷിക്കാൻ സംവിധാനമില്ല. ഇതൊക്കെയാണ് ഞങ്ങൾ തുറന്നു ചോദിക്കുന്നത്. ഇപ്പൊ ആശാവർക്കർമാരുടെ സമരം കേരളത്തിൽ നടക്കുന്നു. രാവിലെ മുതൽ ആശാവർക്കർമാർ തെരുവില. എന്താണ് ആശാവർക്കർമാർ പാവങ്ങൾ ചെയ്യുന്നത്? ആ പാവങ്ങൾക്ക് കൂലി കൊടുക്കുന്നത് എത്രയാ? 232 രൂപ മാത്രം. അവർക്കൊരു വാഹന സൗകര്യമുണ്ടോ? രാവിലെ എണീറ്റ് നടക്കുക, പകർച്ചവ്യാധി തടയാൻ, മഞ്ഞപ്പിത്തം തടയാൻ, കൊറോണ വരാതിരിക്കാൻ, കുത്തിവെപ്പ് നടത്താൻ, അമ്മമാർ മുലയൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ, അതുപോലെ തന്നെ ഗർഭിണികളായ അമ്മമാരുടെ ലിസ്റ്റ് എടുക്കാൻ, പോഷകാഹാരം കൊടുക്കാൻ, ഇങ്ങനെ സകലമായ പണിയും ആ പാലങ്ങളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് 232 ഉലുവ കൊടുത്തിട്ട് പറയുക വലിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, തൊഴിലാളി സംഘടനകൾ, എന്നിട്ട് പറയാ ഈ പാർട്ടികൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുകയാണ്. പാട്ടപരിധികളുടെ സമരം അതാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു എളുപ്പമില്ലാത്ത ഒരു നേതൃത്വം സംസ്ഥാനത്ത്. ആ പാവങ്ങൾ തെരുവിലിരിക്കുക. എന്നിട്ട് അതിന്റെ കുറ്റം കേന്ദ്രത്തിന്. കേന്ദ്രം കൊടുക്കേണ്ട 1033 കോടിയും ഈ ജനുവരി മാസത്തിൽ കൊടുത്തു കഴിഞ്ഞു. മാർച്ച് മാസം നീങ്ങി കിടക്കുക.